ബാക്കി ഉണ്ട് എന്ന് എല്ലാവരും പറയുകയാണ്. നമുക്കിനി NDAയുടെ ക്യാമ്പിലേക്ക് ഒന്ന് പോയി കളയാം അല്ലേ? ശരിയാണ്. നിലപാടിന്റെ രാജകുമാരൻ സ്വരാജ് എന്നാണ് പറയുന്നത്. നിലമ്പൂരിന്റെ രാജകുമാരൻ ആരാണെന്ന് അറിയാം. നമ്മൾ 23-ാം തീയതി വരെ കാത്തിരിക്കണം. അതിനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. രാഗൻ ചേരുന്നു. രാഗൻ, രണ്ട് ക്യാമ്പുകളിലും ആവേശം എങ്ങനെ അലതല്ലുകയാണ്. രാമചന്ദ്രൻ കടന്നപ്പള്ളി വരെ ഡാൻസ് കളിക്കുന്നതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ പെട്ടെന്ന് കാണാൻ കഴിഞ്ഞില്ല ആ തിരക്കിനിടയിൽ. പോലും എങ്ങനെയാണ് NDA ക്യാമ്പിലെ ഒരു ഓളം? ഏതൊക്കെ പ്രധാന നേതാക്കൾ മോഹൻ ജോർജിന് വോട്ട് തേടി ഈ കൊട്ടിക്കലാശത്തിന് ആവേശം വരാനുണ്ട് അവിടെ? മറ്റു മുന്നണികളെ പോലെ തന്നെ NDA ക്യാമ്പും അത്യന്തം ആവേശഭരിതം തന്നെയാണ്. പ്രമുഖ നേതാക്കളൊക്കെ തന്നെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ BJPക്കായി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഷോൺ ജോർജ് ഇവിടെ ക്യാമ്പ് പ്രവർത്തിക്കുന്നു. BJP ക്യാമ്പും അക്ഷരാർത്ഥത്തിൽ ആവേശഭരിതമായി തന്നെ ഇരിക്കുകയാണ്. വലിയ ആവേശം നമുക്കിവിടെ വായിച്ചെടുക്കാൻ കഴിയും. മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ ഒന്നടങ്കം ഇവിടെ ജംഗ്ഷനിൽ തമ്പടിച്ചുകൊണ്ട് അങ്ങനെ നൃത്തത്തിനൊപ്പം അല്ലെങ്കിൽ നൃത്തച്ചുവടുത്തമൊക്കെയായി അവർ കൊട്ടിക്കയറുകയാണ്. ഇനി കൊട്ടിക്കലാശം അവസാനിപ്പിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ആ ഘട്ടത്തിൽ വിവിധ ഇടങ്ങളിൽ നടക്കം എത്തിയ പ്രവർത്തകർ ഇവിടെയുണ്ട്. അങ്ങനെ അവരവർക്ക് തന്നെ അവരുടേതായിട്ടുള്ള ശക്തി പ്രകടനം കാഴ്ചവെക്കുകയാണ്. നിലമ്പൂർ ടൗണിൽ അതിന്റെ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. കുങ്കുമഹരിത പതാകയും വാനിൽ ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർ പാട്ടിനൊപ്പം ചുവടുകൾ വെച്ച് നീങ്ങുന്ന കാഴ്ച ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വഴിക്കടവിൽ നിന്ന് തുറന്ന വാഹനത്തിലാണ് BJP സ്ഥാനാർത്ഥി ഈ നിലമ്പൂർ ടൗണിലേക്ക് എത്തിയത്. ഇടക്കര, ചുങ്കത്തറ ഉൾപ്പെടെയുള്ള മേഖലകൾ താണ്ടി ഇവിടെ എത്തി. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് ഇവിടേക്ക് ആദ്യം വന്നത്. BJP ഉൾപ്പെടെ അല്ലെങ്കിൽ NDA പ്രവർത്തകരടക്കം ഇവിടെ ഈ PV ആർക്കേഡിന് മുന്നിൽ വലിയ ആരവവുമായി ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കൊട്ടിക്കലാശം അത് അത്യന്തം ആവേശഭരിതമായി അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മൂന്നാഴ്ചകളായി നടത്തിയ പ്രചരണം അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അത്യന്തം ആവേശഭരിതമാക്കിക്കൊണ്ട് ഈ ഓരോ വോട്ടും ഉറപ്പിക്കുന്നതിനുള്ള തത്രപ്പാടിലാണ് മുന്നണികൾ. ഈ വോട്ടർമാരുടെ മനസ്സിലേക്ക് ഓടിക്കയറാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് മുന്നണികൾ. അതിന്റെ ദൃഷ്ടാന്തമാണ് നമുക്കിപ്പോൾ നിലമ്പൂർ ടൗണിൽ കാണാൻ കഴിയുന്നത്. അത്യന്തം ആവേശഭരിതമായി തന്നെ പ്രവർത്തകർ ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ബാരിക്കേഡ് തീർന്നുകൊണ്ടാണ് വിവിധ മുന്നണികളുടെ ഈ കൊട്ടിക്കലാശം പോലീസ് വേർതിരിക്കുന്നത്. അപ്പോൾ ഈ ബാരിക്കേഡിന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയായി ഇങ്ങനെ ഒരു വശത്ത് ചെങ്കൊടിയാണെങ്കിൽ മറുവശത്ത് കുങ്കുമഹരിത പതാക അങ്ങനെ വാലുയർത്തി പാറിപ്പറന്നുകൊണ്ട് പ്രവർത്തകരൊക്കെ തന്നെ വലിയ ആവേശത്തോടും ആരവത്തോടും കൂടി തന്നെ കാര്യങ്ങൾ നീക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മൂന്ന് മുന്നണികളും അവരുടേതായിട്ടുള്ള പ്രതീക്ഷകൾ വച്ചു പുലർത്തുകയാണ്. NDA സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് എന്ന് പറയുന്നത് 2016 നേടിയ 12,000-ഓളം വോട്ടുകളാണ്. ആ വോട്ടുകൾക്കൊക്കെ അപ്പുറം ഏറെ മുന്നേറാൻ കഴിഞ്ഞാൽ NDA സംബന്ധിച്ചിടത്തോളം അവർ പരീക്ഷിച്ച രാഷ്ട്രീയത്തിന്റെ വിജയം കൂടിയാണ്. അത്തരമൊരു ലോട്ടറിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും വികസിത നിലമ്പൂർ എന്ന ആശയം മുൻനിർത്തിക്കൊണ്ടായിരുന്നു അവർ ഈ ഒരു പ്രചരണം നയിച്ചത്. ഇതോടൊപ്പം മലയോര മേഖലയിലെ പ്രതിനിധി സ്ഥാനാർത്ഥി അവതരിപ്പിക്കുകയും ചെയ്തു. അതായത് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകൾക്കൊപ്പം ഒരു പുതിയ വോട്ടർമാരെ കൂടി ആകർഷിച്ചുകൊണ്ട് BJP നിലമെച്ചപ്പെടുത്താൻ വേണ്ടി നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയ കാതടപ്പിക്കുന്ന ശബ്ദമാണ് ഇവിടെ. അത്രത്തോളം ആവേശഭരിതമായിക്കൊണ്ട് തന്നെ മുന്നണികൾ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ പാട്ടും ആരവും ഡാൻസും ഒക്കെയായി ഇവിടെ കളം നിറഞ്ഞ് അതിന്റെ ആവേശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ്. നമുക്ക് ആ മേളത്തിലേക്ക് പോകാം. മുക്കാല പാട്ട് വരെ കേൾക്കുന്നുണ്ട്. ആവേശകരമായ മേളക്കാഴ്ചകൾ. ആവേശം അങ്ങനെ കുട്ടി കയറുകയാണ്. നമ്മൾ
നമ്മൾ പറഞ്ഞ പോലെ വർണ്ണക്കുടകൾ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വർണ്ണപ്പൊടികൾ വിതറിക്കൊണ്ടുള്ള വലിയ ആവേശം. മൂന്ന് മുന്നണികളും അങ്ങനെ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള വർണ്ണവിസ്മയ കാഴ്ചകൾ അങ്ങനെ കൊട്ടിക്കയറുകയാണ്. ആവേശം അങ്ങനെ 10 മടങ്ങ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന മിനിറ്റുകൾ, അവസാന മണിക്കൂറില്ല. ഇനി 3/4 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 45 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അലാം അടിക്കും. അതിനുശേഷം അവിടെ ഈ കൊട്ടിക്കലാശം അവിടെ പൂർണ്ണമായി അവസാനിപ്പിക്കണം. അതാണ് തിരഞ്ഞെടുപ്പിന്റെ ചട്ടം. പിന്നീട് ഈ പറയുന്ന നമ്മൾ നാളെ കാണാൻ പോകുന്ന ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണമാണ്. നമുക്കിനി UDF ക്യാമ്പിലേക്ക് നമുക്ക് പോകാം. അവിടെ നോക്കൂ, UDF ആവേശം. പാട്ടാണ് രമ്യ ഹരിദാസിന്റെ പതിവ് പാട്ട്. സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി ആ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഹരിദാസിന്റെ പാട്ടാണ് ബ്രിട്ടീഷ് കേട്ടത്. വലിയ ആവേശമാണ് UDF ക്യാമ്പിൽ. സ്ഥാനാർത്ഥി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ ജനസാഗരം തീർത്തുകൊണ്ടുള്ള പ്രചരണം UDFന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. എല്ലാ ക്യാമ്പിലും ആവേശം. അങ്ങ് അവിടേക്ക് നോക്കിയാൽ ഒരു ചെങ്കടലിൽ നടുവിൽ M സ്വരാജ് നിൽക്കുന്നുണ്ട്. നടുവിൽ BJPയുടെ പരിപാടികൾ നടക്കുന്നു. രമ്യ ഹരിദാസിന്റെ പാട്ടാണ് വീണ്ടും കടന്നു വരുന്നുണ്ട്. ആംബുലൻസിന് വഴിയൊരുക്കുകയാണ് ഈ പ്രവർത്തകർ. വഴിയൊരുക്കുകയാണ് പ്രവർത്തകർ. ഇത്രയധികം പ്രവർത്തകരുണ്ടെങ്കിലും ഇത്രയധികം ആവേശമുണ്ടെങ്കിലും കുത്താൻ ഇടയില്ലായെങ്കിലും അച്ചടക്കമുള്ള പ്രവർത്തകരായി മാറുന്നു. അത് തൊട്ടപ്പുറം നമ്മൾ M സ്വരാജിന്റെ ക്യാമ്പിലും കണ്ടതാണ്. ഒരു ആംബുലൻസ് കടന്നു വന്നപ്പോൾ വഴിയൊരുക്കുന്നവർ അവർ ആംബുലൻസിന് വഴിയൊരുക്കുന്നു. എന്ത് മനോഹരമായ കാഴ്ച. ഒരു ജനസാഗരത്തെ വഴി. ഇതാണ് നിലമ്പൂർ, ഇതാണ് മലപ്പുറം, ഇതാണ് കേരളം. ചിലക്കരയിലും മരിച്ച് ചിലക്കരയിലൊക്കെ തന്നെ രമ്യ പാടി. പക്ഷെ രമ്യയ്ക്ക് അവിടെ പാട്ട് കൊണ്ട് ഗുണമുണ്ടായില്ലെങ്കിലും ഇവിടെ ഏതായാലും പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ഈ പിണറായി സർക്കാരിന്റെ. അപ്പോൾ അതെന്തായാലും ഷൗക്കത്തിന് ഗുണകരമായി മാറട്ടെ. എന്തായാലും അങ്ങോട്ട് നോക്കും. എന്ത് രസകരമായ കാഴ്ചകളാണ് ദിവിഷ് അല്ലേ? കാരണം അങ്ങേയറ്റം എല്ലാവരും ഒരുമിച്ച് ഒരേ താളത്തിലും ആരവത്തിലുമാണ്. ഒരു അസ്വാരസ്യങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളത്. ആരുടെ പാട്ടാണെന്ന് അറിയാൻ പറ്റില്ല. താളമേളങ്ങളുടെ ആഘോഷത്തിൽ തീർച്ചയായും ലയിച്ച് പാടുകയാണ് ഇപ്പോൾ. നേരത്തെ PC വിശ്വനാഥ് പാടി, ഇപ്പോൾ രമ്യ പാടുന്നു. കടന്നപ്പള്ളി രാമചന്ദ്രൻ പാട്ടിനൊപ്പം ചൂടുവെക്കുന്നു. അങ്ങനെ എല്ലാവരും ആഘോഷത്തിന്റെ ഈ കാഴ്ചയിൽ. പക്ഷേ രാഷ്ട്രീയ മത്സരം നമുക്കറിയാം. എല്ലാവരും നാളെ കൃത്യമായ കണക്കെടുപ്പുകൾ നടക്കും. ഏതൊക്കെ വോട്ടുകൾ ഇനിയും ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ അതൊക്കെ നടക്കും. 19-ന് ആ വോട്ട് പെട്ടിയിൽ വീഴും. 23-ന് നമുക്ക് എണ്ണി അറിയാം. സമയം 4:19. ഇടവേളയ്ക്ക് ശേഷം വേഗം നിലമ്പൂരിലെ കൊട്ടിക്കലാശ കാഴ്ചകളിലേക്ക്.